ചെയ്യുന്നില്ല. മാത്രമല്ല, കട്ടപ്പനയിൽ ബാങ്കിൽ പണം നിക്ഷേപിച്ച ആൾ പണം ചോദിച്ചു ചെല്ലുമ്പോൾ പണം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. കഠിനാധ്വാനം ചെയ്ത ഒരു മനുഷ്യനുണ്ടാക്കിയ അധ്വാനത്തിന്റെ ബലം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ ഒരു ഭാര്യയുടെ ഓപ്പറേഷൻ പോലും ആ പണം കൊടുക്കില്ല എന്ന് മാത്രമല്ല, നിക്ഷേപകൻ പണം ചോദിച്ചു വരുമ്പോൾ അവനെ ഭീഷണിപ്പെടുത്തുക എന്നത് CPM എത്ര അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മാത്രമല്ല, ഇപ്പോഴും ഈ സഹകരണ മേഖലയിൽ ഐക്യം വേണമെന്ന് പ്രതിപക്ഷത്തോട് ആവശ്യപ്പെടുകയും അതേസമയം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ പോലീസിനെ ഉപയോഗിച്ച്, ഗുണ്ടകളെ ഉപയോഗിച്ച് ഈ സഹകരണ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു സ്ഥാപനമാണ് ഈ കട്ടപ്പനയിലെ ബാങ്ക്. അങ്ങനെ പിടിച്ചെടുത്ത പല ബാങ്കുകളും തകർച്ചയെ നേരിടുകയാണ്. എന്നിട്ടും 21 ബാങ്കാണ് പത്തനംതിട്ട ജില്ലയിൽ മാത്രം CPM പിടിച്ചെടുത്തത്. ആ പല ബാങ്കുകളും ഇന്ന് വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. ഞങ്ങൾ രാഷ്ട്രീയമായി ഒരു തീരുമാനമെടുത്ത ഈ ബാങ്കൊന്നും ഉണ്ടാവില്ല. കാരണം ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ നിക്ഷേപമാണ് 70-80% ഈ ബാങ്കുകളിൽ. ആ ബാങ്കുകളാണ് ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ട് പിടിച്ചെടുക്കുന്നത്. ഞങ്ങളൊരു നിർദ്ദേശം കൊടുത്താൽ 24 മണിക്കൂറിനകം ഈ വിഡ്രോവൽ ഉണ്ടാവും ബാങ്കിൽ. പിന്നെ ഈ ബാങ്ക് ബാക്കി ഉണ്ടാവും. കേരളത്തിൽ സഹകരണ മേഖലയുടെ ഗതി ഉണ്ടാവും. ഞങ്ങളാണ് ഉത്തരവാദിത്തത്തോടുകൂടിയ പ്രതിപക്ഷമായി പെരുമാറിയത്. പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും എല്ലാ UDF ബാങ്കുകൾക്കെതിരായും 65 എൻക്വയറി വെറുതെ ഉത്തരവിടും നിസ്സാര കാര്യങ്ങൾക്ക്. എന്നിട്ട് പിറ്റേ ദിവസം CPM-കാരെ കൊണ്ട് മാർച്ച് വയ്ക്കും. അപ്പോൾ ആളുകൾക്ക് പേടിയാവും. കാരണം ആളുകളുടെ പണം നിക്ഷേപിച്ചിരിക്കുകയല്ലേ. മകളുടെ കല്യാണത്തിന് വേണ്ടി, അല്ലെ, വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ പെൻഷൻ കിട്ടിയ തുക ഒക്കെ ആളുകൾ നിക്ഷേപിച്ചിരിക്കുകയാണ്. CPM തന്നെയാണ് ഈ സംസ്ഥാനത്ത് ഈ ബാങ്കുകളെ തകർക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവനോടും CPM-നോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഈ നടപടിയുമായി മുന്നോട്ട് പോയാൽ കേരളത്തിലെ സഹകരണ രംഗം തകരും. അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും എന്ന് ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. കട്ടപ്പനയിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ആവർത്തിക്കപ്പെടുകയാണ് സംസ്ഥാനത്തുടനീളം. അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ സഹകരണ രംഗം മാറുകയാണ്. ഞങ്ങളിത് മുന്നറിയിപ്പ് നൽകുകയാണ്. കോൺഗ്രസിന്റെ ഏത് നേതാവും UDF-ന്റെ ഏത് നേതാവും ഏത് സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിന്റെ ഗുണം കിട്ടുന്നത് കോൺഗ്രസിനും UDF-നുമാണ്. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും വിവിധ സമുദായ സംഘടനകളുമായിട്ടൊരു ബന്ധമുണ്ട്. ഒരായിപ്പോൾ എനിക്ക് മാത്രം പോരല്ലോ ബന്ധം, എല്ലാവർക്കും വേണ്ടേ? എല്ലാവർക്കും ബന്ധമുണ്ടാകുമ്പോഴാണ് അതിൻ്റെ എല്ലാം ഗുണഫലം കോൺഗ്രസിനും അതുവഴി UDF-നും കിട്ടുന്നത്. അതിൻ്റെ അകത്ത് ഏത് കോൺഗ്രസ് നേതാവിനും ഏത് മത സംഘടനയുമായിട്ടും സമൂഹത്തിലെ ആരുമായും കൂടുതൽ ബന്ധം സ്ഥാപിച്ചാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനല്ലേ ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാൾ. ഞങ്ങളെല്ലാവരും ചേർന്ന് ശ്രമിച്ചാൽ മാത്രമേ UDF-നെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ പ്രസ്താവന എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കി. കാരണം കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ 3ാമത് ഭരണത്തിൽ എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിന്റെ UDF അധികാരത്തിലെത്തും 2026-ൽ, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ്. മാസത്തെ അഭിപ്രായം മാറി, സംസ്ഥാനത്തുടനീളം ആളുകളുടെ അഭിപ്രായം മാറിയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ പ്രമുഖനായ ഒരാൾ 2026-ൽ UDF അധികാരത്തിൽ വരും, മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിലുള്ള ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായിട്ടും 100%. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, NSS രമേശ് ചെന്നിത്തലയെ വിളിച്ചു, നല്ല കാര്യമല്ലേ? കഴിഞ്ഞ വർഷം ശശി തരൂരിനെ വിളിച്ചു. ഇതിനു മുമ്പ് ശ്രീ K മുരളീധരനെ വിളിച്ചിട്ടുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ ഏത് മതവിഭാഗമാണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ് നേതാവിന്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ അകത്ത് സന്തോഷം. അല്ലാതെ ആർക്കെങ്കിലും ഒരാളെ മാത്രമേ എല്ലാ പരിപാടിക്കും വിളിക്കാൻ പറ്റുമോ? അതങ്ങനെയാണല്ലോ. അല്ല, ഇതൊക്കെ ഇപ്പൊ ശിവഗിരിയിലെ പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ശിവഗിരിയിലെ സമ്മേളനത്തിൽ ഒരു പരിപാടി തന്നെ എല്ലാവർക്കും പോകാൻ പറ്റുമോ? ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ക്രൈസ്തവരുടെ പരിപാടികളിൽ ഞാൻ ഇന്നലെയും പങ്കെടുത്തു.
ഇന്നലെയും പങ്കെടുത്തു. വിവിധ പരിപാടികൾ എല്ലാവരും പങ്കെടുക്കും. അതിൽ കോൺഗ്രസിന്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കളെയും ഞങ്ങളുടെ ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരെയും ഓരോ സംഘടനകളിൽ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമില്ല. ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല. ഞങ്ങൾ അവിഭാജ്യ ഘടകമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ. പിന്നെ അവരല്ലേ വിചാരിക്കേണ്ടത് ആരെ വിളിക്കണമെന്ന്. അപ്പോൾ അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളെയും അല്ലെങ്കിൽ ഏറ്റവും ബന്ധമുള്ള ആളുകളെയും വിളിക്കും. അതൊക്കെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരെയല്ലേ വിളിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലല്ല, അത് വേറെ കാര്യം. പക്ഷെ ഇത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ ആളുകൾ, സംഘടനകളിലെ ആളുകളെ, കോൺഗ്രസ് നേതാക്കളെ പരിപാടികൾക്ക് വിളിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന കോൺഗ്രസ് നേതാവ് ഞാനാണ്. ഞാനല്ലേ ലീഡർഷിപ്പിൽ, ഞാനല്ലേ UDF-ന്റെ ചെയർമാൻ. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ മുഖ്യമന്ത്രിയെ വിമർശിക്കും. ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചില്ലേ? ഞാൻ സഹകരണ മന്ത്രിയെ വിമർശിച്ചില്ലേ? മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആളുകൾ വിമർശിക്കാൻ അധികാരമുള്ളതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും വിമർശിക്കാം. പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെറ്റാണ്, പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയല്ല, അദ്ദേഹത്തിന്റെ ശരിയല്ല എന്ന് ഒരു പരിണതപ്രജ്ഞനായൊരു നേതാവ് പറഞ്ഞാൽ നമ്മളത് നോക്കും, നമ്മളത് പരിശോധിക്കും. അതെന്തെങ്കിലും വേറെ രാഷ്ട്രീയ ഉദ്ദേശത്തിൽ പറഞ്ഞാണോ അല്ലെ എന്നെ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാണോ എന്ന് ഞാൻ ശ്രദ്ധിക്കും. ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യപ്പോൾ ഞാൻ കുറേ ദിവസത്തെ എൻ്റെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും എനിക്ക് നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ടോ, ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പരിശോധിക്കും, അതിൻ്റെ കറക്റ്റ് ചെയ്യും. അങ്ങനെയല്ലേ വേണ്ടത്. നമ്മളങ്ങനെ ഒരുപാട് വലിയ എന്താണ് 1/2 നൂറ്റാണ്ട് കാലത്ത് പഴക്കമുള്ള ഒരു വലിയ നേതാവൊന്നും അല്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ ഉണ്ടായി കാണും. തെറ്റുകൾ എല്ലാം മനുഷ്യ സഹജമല്ലേ തെറ്റുകൾ. നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി. VD സതീശന്റെ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിയുടെ മെക്കിട്ട് കയറണം എന്തിനാ? അദ്ദേഹം എത്ര സീനിയർ ആയിട്ടുള്ള, എത്ര പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാനുമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അദ്ദേഹം പറയാണ് സതീശന്റെ നാക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാനല്ല പരിശോധിക്കുന്നത്. എന്നെ വിമർശിക്കാൻ പാടില്ല, ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്നും പറയാൻ പാടില്ല. ഞാൻ വിമർശിക്കുന്നതല്ലേ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആളുകളെ വിമർശിക്കുന്ന ആരാ? ഏത് പ്രതിപക്ഷ നേതാവെന്നല്ല, പ്രതിപക്ഷ നേതാവായിരിക്കും അല്ലേ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയും പാർട്ടികളെയും ഭരണത്തിലിരിക്കുന്ന ആളുകളെയും കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ആളാണ് ഞാൻ. ആ പ്രതിപക്ഷ നേതാവിനെ വേറെ ആരും വിമർശിക്കാൻ പാടില്ല. അയ്യേ, അങ്ങനെ ഞാൻ പറയില്ല. എല്ലാ ബൈ-ഇലക്ഷനിലും സ്ഥാനാർത്ഥികൾ NSS ആസ്ഥാന മന്ദിരത്തിൽ പോയിട്ട് കണ്ടിട്ടുണ്ട് ജനറൽ സെക്രട്ടറി. പക്ഷേ പ്രതിപക്ഷ നേതാവ് പോയി കണ്ടിട്ടില്ല. പല പ്രശ്നങ്ങളും കേട്ടിട്ടുണ്ട്. പറവൂർ വന്ന് പ്രസംഗിച്ചതൊക്കെ പഴയ കാര്യങ്ങളാണ്. എന്നാൽ പോലും എന്തെങ്കിലും പിണക്കുണ്ട്? ഞാൻ ആരുമായിട്ടും പിണക്കത്തിലില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, മത നേതാക്കള് സമുദായ നേതാക്കളുമായിട്ട് നല്ല ബന്ധം നമ്മൾ പുലർത്തും. അവർക്കൊരു ആവശ്യം വന്നാൽ, ജെന്യുവിനായിട്ടുള്ള ആവശ്യമാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നത് ഭയങ്കരമായ സെക്യുലർ പൊസിഷനിങ് ആണ്. അല്ല, അതൊക്കെയാണ് നമ്മുടെ സെക്യുലർ പൊസിഷനിങ് ആണ്. ഒരു സമുദായത്തെയും മാറ്റി നിർത്തില്ല, എല്ലാവരും ചേർത്ത് നിർത്തിയിട്ടുള്ള സെക്യുലർ പൊസിഷനാണ്. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല, മതനിരാസനമല്ല, മതങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമീപനമാണ്. ഞാൻ ആ സെക്യുലർ പൊസിഷൻ എടുത്തിരിക്കുന്നത്. എൻ്റെ പാർട്ടിയുടെ പൊസിഷൻ അതാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൊസിഷൻ അതാണ്, UDF-ന്റെ പൊസിഷൻ അതാണ്. നിങ്ങൾ കണ്ടില്ലേ മുനമ്പം വിഷയമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ എത്ര ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും UDF പാർട്ടികളിലൊക്കെ ഇടപെട്ടത്. ഞങ്ങൾ അതിൻ്റെ അകത്ത് അങ്ങനെയല്ലേ ചെയ്യുന്നത്. അല്ലാതെ ഇത് വ്യക്തിപരമായ പ്രശ്നമല്ല. ഞങ്ങളാരും തമ്മിൽ വല്ല അതിർത്തി തർക്കം വല്ലതും ഉണ്ട്. ചില കാര്യങ്ങൾ ഞങ്ങൾ വിമർശിക്കപ്പെടും, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ. അല്ലല്ല, അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞത് 3ാമത്തെ തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ LDF സർക്കാർ അധികാരത്തിൽ വരും, CPM അധികാരത്തിൽ വരും. ഇപ്പൊ അദ്ദേഹം 2026-ൽ UDF അധികാരത്തിൽ വരും, കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. അതിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുടെ പേര്, അതിനെന്താ തെറ്റ്? ആന്നും തെറ്റില്ല. അദ്ദേഹം പറയുന്ന ആളല്ലേ, അദ്ദേഹം അങ്ങനെ ഓഫ് ഹാൻഡായിട്ട് എല്ലാം പറയുന്ന ആളല്ലേ. ആ കൂട്ടത്തിൽ ഇതും പറഞ്ഞെടുത്താൽ മതി. അല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ അവരെല്ലാവരുമായിട്ടും നല്ല ബന്ധമാണ്. ഞാൻ അവരെ ആരെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് NSS-നെ ഞാൻ അഭിനന്ദിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം 2019-ലൊക്കെ ഈ ശബരിമല വിവാദം കഴിഞ്ഞപ്പോൾ ഈ സംഘപരിവാർ ശക്തികൾ NSS-ലേക്ക് നുഴഞ്ഞു കയറാനൊരു ശ്രമം നടത്തി. അന്ന് അവരെ അടിച്ചതിനകത്ത് കയറ്റാതെ പുറത്ത് നിർത്താൻ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് NSS-ലുള്ളത്. ഇന്ത്യയിലെ ഒരുപാട് ഹൈന്ദവ സംഘടനകളെ സംഘപരിവാർ വിഴുങ്ങിയപ്പോൾ
അതിൻ്റെ അകത്തേക്ക് സംഘപരിവാറിനെ കയറ്റാതെ ധീരമായ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് NSSനുള്ളത്. ഞാൻ അവരെ അഭിനന്ദിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. എനിക്കെന്താ അവരുമായിട്ട് പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഒരു വഴക്കുമില്ല. അതല്ല, അതൊക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ പൊസിഷനിങ് ആണ്. ഞാൻ അന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരിയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇരുന്നാൽ മതി, അവരിയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ കിടക്കണം. നമ്മൾ അവരെ ചീത്തയാക്കരുത്, അവരൊക്കെ നല്ല മനുഷ്യരാണ്. നമ്മൾ പോയി നിന്ന് ഈ സ്വാർത്ഥ കാര്യത്തിന് വേണ്ടി അവരെ കൈകാര്യം ചെയ്ത് സ്വാധീനിച്ച് അവരെ വഷളാക്കരുതെന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. അമിതമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ മതസംഘടനകൾ ഇടപെടുമ്പോൾ രാഷ്ട്രീയം മതവും തമ്മിലൊരു പ്രത്യേകമായ അകലം വേണം എന്ന് വിചാരമുള്ള ഒരാളാണ്. അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധത്തിനോ അവരെ പരിപാടിക്ക് പോകുന്നതിനോ ഒന്നുമല്ല. എല്ലാവരുടെയും പരിപാടിക്ക് പോകുന്ന ആളല്ലേ. അപ്പോൾ ഞാൻ NSSന്റെ പരിപാടിക്ക് പോവും, SNDPയുടെ പരിപാടിക്ക് പോവും. ഈ ആഴ്ച തന്നെ എനിക്ക് NSSന്റെ ഒരു പരിപാടിയുണ്ട്. ഞാൻ പറയില്ല, എല്ലാ മതവിഭാഗങ്ങളുടെയും പരിപാടിക്ക് പോവും. ഈ ക്രിസ്മസ് സീസണാണ്, എല്ലാ ക്രൈസ്തവ ഡിനോമിനേഷൻ്റെയും പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചങ്ങനാശ്ശേരി ഡയോസിസിൻ്റെ 2 പരിപാടിക്ക് പോയി, കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളിയിലെ പരിപാടിക്ക് പോയി, തൃശ്ശൂരിലെ ഡയോസിസിലെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട്, ഓർത്തഡോക്സ് ചർച്ചിൻ്റെ പരിപാടിയുണ്ട്, മാർത്തോമ ചർച്ചിൻ്റെ പരിപാടിയുണ്ട്, പെന്തക്കോസ്ത് ചർച്ചുകളുടെ പരിപാടിയുണ്ട്, SYSന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്, ഹിന്ദുമത കൺവെൻഷന് മുഖ്യാതിഥിയായി വിളിച്ചിട്ടുണ്ട്, ശിവഗിരിയിലെ തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യാതിഥി ഞാനാണ്. അതിനെന്താ? അതൊക്കെ ഈ മീഡിയയിലേക്ക് ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും വ്യാഖ്യാനങ്ങളാണ്. ഞങ്ങളെല്ലാം തമ്മിൽ നല്ല ധാരണയിലും നല്ല ഇതിലുമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു വഴക്കോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ ഒരുമിച്ച് പരിപാടികൾ പങ്കെടുക്കും, ഒരുമിച്ച് തീരുമാനിക്കും പരിപാടികളുടെ കാര്യങ്ങളും എല്ലാം. ഞങ്ങളെല്ലാം നിരന്തരമായി സമ്പർക്കത്തിലാണ്. എല്ലാ ദിവസവും ഫോണിൽ സംസാരിക്കും, അല്ലെങ്കിൽ പരിപാടി സ്ഥലത്ത് വെച്ച് കാണും. അതൊക്കെ തെറ്റായ ധാരണയാണ്. അതൊക്കെ CPMലാണ് കണ്ടാൽ മിണ്ടാത്തതും ബഹളമൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ തന്നെ നല്ല ബന്ധമാണ് കോൺഗ്രസിൻ്റെ അകത്ത്. നിങ്ങൾക്കത് അറിയാഞ്ഞിട്ടാണ്. ഒരു കാലത്ത് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യവും ദൗർഭാഗ്യവും ഉണ്ടായിരുന്നത് ഗ്രൂപ്പുകളുടെ അതിപ്രസരമായിരുന്നു. ഒരു കാലത്ത് ആ ഗ്രൂപ്പുകളുടെ അതിപ്രസരം ഇല്ലാതായി. ഇപ്പം എല്ലാ ലീഡർഷിപ്പും തമ്മിൽ നല്ല ടേംസിലാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് കേരളത്തിലെ UDFനെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റും. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഞാൻ ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളാണ്. പിന്നെ UDF തിരിച്ചു വരില്ല, കോൺഗ്രസ് തിരിച്ചു വരില്ല. ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന അസൈൻമെൻറ്റ്, ഡൽഹി ദേശീയ നേതൃത്വവും കേരളത്തിലെ MLAമാരും കോൺഗ്രസ് MLAമാരും തന്നിരിക്കുന്ന അസൈൻമെൻറ്റ് നമുക്ക് തുടർഭരണം പോയി ഇല്ലേ, നഷ്ടപ്പെട്ടു നമുക്ക്. അപ്പം ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നത്. ഞങ്ങളത് ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. ചെറിയ ഇതൊക്കെ വരും. ജനാധിപത്യ പാർട്ടിയല്ലേ, അഭിപ്രായങ്ങൾ വരും. ഇപ്പം ഇരുമ്പ് മറയിലുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ പുറത്ത് അത്രയൊന്നും പ്രശ്നം കോൺഗ്രസിലില്ലല്ലോ. എന്തോരം പേരെ ഇപ്പോൾ വന്ന് കോൺഗ്രസ് ചേരണത് നിങ്ങളൊന്നും കാണുന്നില്ല, വാർത്തയും കൊടുക്കണില്ല, ഒന്നുമില്ല. ഏതെങ്കിലും അറിയപ്പെടാത്ത ഒരാൾ കോൺഗ്രസ് വിട്ടുപോയാൽ അന്നത്തെ ദിവസം 5-6 മണിക്കൂർ ചർച്ചയാണ്. എന്തോരം പേരെ കോൺഗ്രസ് ഞാനിപ്പോൾ എറണാകുളത്ത് നിന്നല്ല സംസാരിക്കുന്നത്. ഈ എറണാകുളം ജില്ലയിൽ എത്ര പേര് CPMന്ന് കോൺഗ്രസ് ചേർന്നു? നിങ്ങളൊന്ന് അന്വേഷിക്കും. നിങ്ങൾ വാർത്ത കൊടുക്കാണ്ട. കോൺഗ്രസ് ചേരുമ്പോൾ എന്താ വാർത്ത കൊടുക്കാത്തത്? ഈ വയനാട് പുനരധിവാസ പട്ടികയിലെ കരട് പട്ടികയിൽ ഈ അർഹരായ പലരും ഉൾപ്പെട്ടിട്ടില്ല. പല പേരുകൾ ഇരട്ടിപ്പുണ്ടായിട്ടുണ്ട്. അത് അങ്ങനത്തെ ഒരു വാർത്ത ശ്രദ്ധിച്ചു. തീർച്ചയായിട്ടും ഞങ്ങളത് പരിശോധിക്കും. ഞങ്ങളുടെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഒക്കെ അവിടെയുണ്ട്, ജനപ്രതിനിധികളെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ അർഹരായ ഒരാൾക്ക് പോലും അവിടെ നീതി നിഷേധിക്കപ്പെടരുത് എന്ന് ഉറപ്പുവരുത്തും. അത്രയേ ഉള്ളൂ. എന്താ സംഭവിച്ചതെന്ന് നമ്മൾ അന്വേഷിക്കട്ടെ. നമ്മൾ വയനാട് വിഷയത്തിൽ അങ്ങ് ചാടിക്കേറിയ എല്ലാ കാര്യത്തിലും പറയുന്നില്ല. ഞങ്ങൾ ഒന്ന് പരിശോധിക്കട്ടെ. അവിടെ നമ്മുടെ MLA ഉണ്ട്. MLAയുടെ നേതൃത്വത്തിൽ വളരെ കീനായി ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. വയനാട് ജനപ്രതിനിധികളെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരാണ്. അവർ രാപകലില്ലാതെ ഈ പാവങ്ങളുടെ കൂടെ ഉണ്ട്. ഈ വഞ്ചിയൂര് റോഡ് അടച്ചു കെട്ടിയിട്ടുള്ള പാർട്ടി സമ്മേളനം അത് ഹൈക്കോടതി വിമർശിച്ചു. പക്ഷെ അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെയായിട്ടുള്ള വിജയരാഘവന്റെ പരാമർശം ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അത് അവരൊക്കെ ആളുകളെ വെല്ലുവിളിക്കല്ലേ. റോഡിൽ കൂടി കാറി പോകുന്ന ആളുകൾ എന്തിനു വെല്ലുവിളിക്കുന്നത്? അമ്മായിയമ്മയെ കാണാൻ പോകാന്നൊക്കെ പറയണത് എന്തൊരു ഭാഷയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. റോഡിൽ കൂടി എന്തെല്ലാം ആവശ്യത്തിന് ആളുകൾ പോകുന്നത് ഇല്ലേ? ബാങ്കിൽ പോവും, സ്കൂളിൽ പോവും, ആശുപത്രിയിൽ പോവും, ബന്ധുക്കളെ കൊണ്ടുപോകും, വിവാഹത്തിൽ പങ്കെടുക്കാൻ പോവും. മനുഷ്യന് ഓരോ ആവശ്യത്തിന് കാറിൽ കൂടി പോകുമ്പോൾ അമ്മായിയമ്മയെ കാണാൻ പോകാന്ന് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയാണ്?
CPM-ന്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് യോജിച്ച രീതിയിലാണോ? നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ പരമാവധി ജനങ്ങളെ ഉപദ്രവിക്കാതെ, ഞങ്ങളൊക്കെ വ്യക്തിപരമായി ഹർത്താലിനെതിരായി എടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. വ്യക്തിപരമായി ഞങ്ങളുടെ പാർട്ടിയെ കൊണ്ടുകൂടി ആ തീരുമാനം എടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാനും CMMSനൊക്കെ എടുത്തത് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്? നമുക്ക് സംഘടിതമായി ചെന്നിട്ട് നിങ്ങൾ ഇന്ന് ആശുപത്രി പോകണ്ട, നിങ്ങൾ ഇന്ന് സ്കൂളിൽ പോകണ്ട, നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകണ്ട, ഇന്ന് പണിക്ക് കയറണ്ട എന്ന് നമ്മൾ പറയുന്നത് ഒരു ഭരണഘടനാ വിരുദ്ധതയുണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ ശരിയല്ല എന്നൊരു തോന്നലാണ് ഞങ്ങളൊക്കെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഈ ഹർത്താലിനെതിരായിട്ടുള്ള വ്യക്തിപരമായ സാധനം. ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ പാർട്ടിയെ കൊണ്ടുകൂടി ആ സ്റ്റാൻഡ് എടുപ്പിക്കാൻ, മുന്നണിയെ കൊണ്ടുകൂടി ആ സ്റ്റാൻഡ് എടുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയാണ്. നമ്മുടെ ഭാഗത്ത് രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകണം, എന്തെങ്കിലും തെറ്റ് പറ്റും, മാപ്പ് പറഞ്ഞേക്കണം, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞേക്കണം. ഇപ്പം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായി, ബോർഡുകൾ എല്ലാം. ഞാൻ എല്ലാവരോടും പറഞ്ഞു പരസ്യമായിട്ട്, നമ്മളിനി ബോർഡ് വയ്ക്കരുത്, അത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഭവമാണ്. റോഡിൻ്റെ അകത്തുകൊണ്ട് ബോർഡ് വയ്ക്കൽ പരമാവധി നമ്മൾ ആളുകൾ വെക്കാതിരിക്കണം, ശ്രദ്ധിക്കണം. ഞങ്ങൾ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തു. അത് ഹൈക്കോടതിയുടെ ഇടപെടൽ ഞാൻ സ്വാഗതം ചെയ്യാണ്. അത് പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ള, സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള ആ ഇടപെടലിൽ നമ്മൾ കൂടി സഹകരിച്ച്, ഞങ്ങളല്ലേ പ്രതിപക്ഷത്തിരിക്കുന്നത്, ഞങ്ങളല്ലേ ഏറ്റവും കൂടുതൽ ബോർഡ് കൊണ്ട് റോഡിൽ വെക്കേണ്ടത്. ഞങ്ങൾ അതല്ല പറഞ്ഞത്, ആ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയും റോഡുകളിൽ നിന്ന് ബോർഡുകൾ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്ക് പിന്തുണ കൊടുക്കാൻ പറഞ്ഞത് നമ്മൾ കൊണ്ട് വെക്കുകയും ചെയ്യുന്നു. നമ്മളിത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം നടന്നത്? സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലേ? അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും, അവരുടെ കണ്ണീര് തുടയ്ക്കുന്നതിന് വേണ്ടിയിട്ടും, അവരുടെ സങ്കടം മാറ്റുന്നതിനും വേണ്ടി നമ്മൾ നടത്തുന്ന പ്രയത്നമല്ലേ രാഷ്ട്രീയ പ്രവർത്തനം. നമ്മൾ ജനങ്ങളെ വെല്ലുവിളിക്കാമോ? നമുക്ക് തെറ്റുപറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, തെറ്റുപറ്റുമ്പോൾ ഒരു ക്ഷമ ചോദിച്ചേക്കണം. പറ്റിപ്പോയി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പം, അതിനേക്കാൾ വലുത് ഞാൻ പറയും. എനിക്ക് അതിനകത്ത് നമ്മൾ ചെറുതാവില്ല അങ്ങനെ പറയുമ്പോൾ, നമ്മൾ വലുതാവുള്ളൂ അങ്ങനെ പറയുമ്പോൾ, നമുക്ക് പറ്റിപ്പോയി ക്ഷമിക്കണം, ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയാണ്. അത് കേൾക്കുമ്പോൾ ആളുകൾ അപ്പം തന്നെ അത് അങ്ങ് അലിഞ്ഞു പോയില്ലേ? ആ ദേഷ്യം മുഴുവൻ ആളുകളുടെ അതിന് വരും. ആളുകളെ വെല്ലുവിളിച്ച് അമ്മായിയമ്മയുടെ കാണാൻ പോവാണെന്നൊക്കെ പറഞ്ഞത്. ആരാ അമ്മായിയമ്മ? അമ്മയല്ലേ? അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ ആരാ? അമ്മയല്ലേ? ഒരാളുടെ അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മയല്ലേ? ഞാൻ അമ്മയായിട്ടാണ് കരുതുന്നത് അമ്മായിയമ്മ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പറയുക ചുമ്മാ. ഇതൊക്കെ ഒരു ഒരു ചർച്ചയും ഞങ്ങൾ ഇതുവരെ ഞങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ചർച്ച തീരുമാനമെടുത്ത് കൃത്യമായിട്ട് KPC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അതൊക്കെ തീർച്ചയായിട്ടും പെട്ടെന്ന് ചെയ്യും. ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്യും, എല്ലാം ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും.